കോൺഗ്രസ് പോരിൽ സമൂഹമാധ്യമങ്ങളിലൂടെ ജോസ് നെല്ലേടത്തിനെ വേട്ടയാടിയെന്ന് കുടുംബം പോലീസിന് മൊഴി നൽകിയെന്ന് റിപ്പോർട്ട്. ഭാര്യ ഷീജ, മക്കളായ അനീഷ, ആദർശ്, ജോസിന്റെ സഹോദരങ്ങൾ എന്നിവരുടെ മൊഴിയാണ് പുൽപ്പള്ളി SI C രാംകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷക സംഘം വീട്ടിലെത്തിയെടുത്തത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കുമെന്നും ആരോപണ വിധേയരെ ചോദ്യം ചെയ്യുമെന്നും അന്വേഷക സംഘം പറഞ്ഞു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്കും സൈബർ പോലീസിനും പരാതി നൽകുമെന്ന് കുടുംബം അറിയിച്ചു. മുള്ളൻകൊല്ലിയിൽ വികസന സെമിനാറിനിടെ DCC പ്രസിഡന്റ് ND അപ്പച്ചന് മർദ്ദനമേറ്റതിനെ തുടർന്നാണ് കോൺഗ്രസ് പോര് മൂർച്ഛിച്ചത്. IC ബാലകൃഷ്ണൻ MLA അനുയായിയും കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമായ കാനാട്ടുമലയിൽ തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചു. ഇതോടെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പകയായി. സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും അവഹേളനവും അധിക്ഷേപവും ഉണ്ടായി. തങ്കച്ചൻ ജയിലിലായ സംഭവത്തിൽ നേതാക്കൾ കൈവിടുമെന്ന സ്ഥിതി വന്നതോടെയാണ് ജോസ് ആത്മഹത്യ ചെയ്തത് എന്നാണ് നിഗമനം. ആത്മഹത്യ ചെയ്ത ജോസ് നെല്ലേടത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിൽ ജോസിന്റെ മറുപക്ഷത്തുള്ള ഒരു കോൺഗ്രസ് നേതാവിന്റെ പേരുള്ളതായി സൂചന പുറത്തു വന്നിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം ഒപ്പം നിന്നില്ല എന്നതിനൊപ്പം സൈബർ അധിക്ഷേപങ്ങളും വല്ലാതെ വേദനിപ്പിച്ചതായ പരാമർശങ്ങൾ കത്തിലും ആവർത്തിക്കുന്നു. കോൺഗ്രസ് നേതാവും മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ജോസ് നെല്ലേടം ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസും. ഇതിനിടയിലാണ് കുടുംബത്തിന്റെ മൊഴിയും കിട്ടുന്നത്. നിലവിൽ സ്ഫോടക വസ്തുക്കളും മദ്യവും തങ്കച്ചന്റെ വീട്ടിൽ വച്ച കേസിൽ ആരോപണ വിധേയരായവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ജയിൽ മോചിതനായ ശേഷം തങ്കച്ചൻ ചില നേതാക്കളാണ് കള്ളക്കേസിൽ കുടുക്കിയതെന്ന് ആരോപിച്ചിരുന്നു. ഇതിൽ ഒരാളായ അനീഷ് മാമ്പള്ളിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും ഇയാൾ സ്ഥലത്തില്ലെന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ അറസ്റ്റിലായ പ്രസാദും അനീഷ് മാമ്പള്ളി സ്വന്തം ആവശ്യത്തിനാണെന്ന് പറഞ്ഞാണ് മദ്യം വാങ്ങിപ്പിച്ചതെന്ന് മൊഴി നൽകിയതായി സൂചനയുണ്ട്. തങ്കച്ചന്റെ വീട്ടിൽ എല്ലാം കൊണ്ടുവച്ച ശേഷം ജോസിനെ വിവരം അറിയിച്ചു. ഇത് സത്യമാണെന്ന് വിശ്വസിച്ച് ജോസ് പോലീസിനെ അറിയിച്ചു. അങ്ങനെയാണ് തങ്കച്ചൻ അകത്തായത്. തങ്കച്ചനെ മോചിപ്പിച്ച ശേഷം കേസ് വിളിച്ചു പറഞ്ഞ ആൾക്കെതിരെ വരുന്ന സ്ഥിതി വന്നു. അപ്പോഴാണ് ജോസും ചതി തിരിച്ചറിഞ്ഞത്. ഇതിന്റെ വേദനയിലാണ് ആത്മഹത്യയെന്നാണ് സൂചന. പെരിക്കല്ലൂരിലെ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് കാനാട്ടുമല തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയെന്ന ആരോപണങ്ങളെ തുടർന്ന് ജോസ് നെല്ലേടം ഉൾപ്പെടെയുള്ള ചില നേതാക്കൾക്കെതിരെ വ്യാപക പ്രചരണങ്ങൾ നടന്നിരുന്നു. ഇതിൽ മനംനൊന്താണ് അദ്ദേഹം ജീവനൊടുക്കിയത് എന്നാണ് സൂചന. പുറത്തുവന്ന ദൃശ്യങ്ങളിൽ തന്റെ നിരപരാധിത്വം ജോസ് നെല്ലേടം വ്യക്തമാക്കുന്നുണ്ട്. പെരിക്കല്ലൂരിൽ മദ്യവും തോട്ടയും പിടിച്ച സംഭവത്തിൽ തെറ്റായ വിവരം കിട്ടി. ഇത് മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തതെന്നാണ് ജോസ് വ്യക്തമാക്കിയത്. ഒരാളിൽ നിന്ന് അനർഹമായി ഒന്നും കൈപ്പറ്റിയില്ലെന്നും മക്കളുടെ ഭാവി നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് ജോസ് നെല്ലേടത്തിനെ വീടിന് സമീപത്തെ കുളത്തിനടുത്ത് അവശനിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു.